കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധം നടപ്പിലാക്കിയിരിക്കണം. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ടീം UDF, അത് കഴിഞ്ഞാൽ ടീം ലീഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല. ആ നയം മാറ്റണം. പെരിന്തൽമണ്ണയിൽ UDF വലിയ നിയോജക മണ്ഡലത്തിൽ മൊത്തം ബ്ലോക്ക് പഞ്ചായത്ത്, നഗരസഭ, തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ടീം UDF ഒറ്റക്കെട്ടായിരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ ടീം UDF ഒക്കെ ഒന്ന് ഇളകി തുടങ്ങിയെന്നൊരു സംശയമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ മേധാവിത്വമാണെന്നാണ് UDFിൻ്റെ ചില പ്രവർത്തകർ പറഞ്ഞത്. ഇന്നതാ ഇത് കണ്ടില്ലേ, ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിരം സമിതി അധ്യക്ഷരുടെ തെരഞ്ഞെടുപ്പായിരുന്നു. കോൺഗ്രസിനെ പാടെ അവഗണിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ നമ്മോട് നേരത്തെ പറഞ്ഞത്. CK ഹാരിസ് വൈസ് പ്രസിഡന്റാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ. പക്ഷെ 6 അംഗങ്ങളുണ്ട് കോൺഗ്രസിന്. എന്താണ് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗ് നിങ്ങളെ തഴഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായും നമുക്കറിയാം 7 സീറ്റിലാണ് ഇപ്രാവശ്യം കോൺഗ്രസ് മത്സരിച്ചത്. 6ലും വിജയിച്ചു. നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വലിയ ധാരണയുണ്ടായിരുന്നു. നമുക്ക് 17 സീറ്റായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 19ആയി. അപ്പോൾ 2 സീറ്റ് വർദ്ധിച്ചപ്പോൾ അത് 1 കോൺഗ്രസും 1 ലീഗും എന്നായിരുന്നു ധാരണ. പക്ഷേ അവിടെ വലിയ ഒരു നിർഭാഗ്യവശാൽ മുസ്ലിം ലീഗ് അവിടെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു പോയൊരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് MLAയുടെ അധ്യക്ഷതയിൽ ഞങ്ങൾ യോഗം ചേർന്ന് UDF നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഭരണസമിതിയിൽ കോൺഗ്രസ്സിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തരാൻ എന്നുള്ളത് ധാരണയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗത്തിന്, നമുക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാം എന്നുള്ളതായിരുന്നു ധാരണ. 2 മണിക്ക് പാർട്ടി തീരുമാനം അറിയിക്കാമെന്നായിരുന്നു. പക്ഷേ അവിടെ വന്നപ്പോഴാണ് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഏകപക്ഷീയമായി ഏറ്റെടുക്കണം എന്നുള്ളത് മുസ്ലിം ലീഗ് അറിയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വവുമായും അതുപോലെ തന്നെ ഇവിടുത്തെ KPC ജനറൽ സെക്രട്ടറിയുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ പാർട്ടി ലൈൻ നമുക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം, നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാറി നിൽക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 6 മെമ്പർമാരും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. ടീം UDF നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ച് നമ്മളത് ഏറ്റെടുത്തൊരു മുദ്രാവാക്യം തന്നെയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടതിൽ ഇടപെടേണ്ടത് MLAയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമാണ്. UDFിൻ്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം ചെയർമാൻ അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ടീം UDF ഒറ്റക്കെട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDFിൽ പൊട്ടിത്തെറിയുന്ന ജനങ്ങൾ കരുതി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് 6 സീറ്റുണ്ട്, നിങ്ങൾക്ക് അവകാശമുള്ളതാണ് ഒരു സ്ഥിരം സമിതി ചെയർപേഴ്സൻ്റെ സ്ഥാനം, നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ ഇത് നിങ്ങളെ എന്താ പറയുക, ഇതിപ്പോൾ ഇനി നഗരസഭയിലെ സ്ഥിരം സമിതിയുടെ തെരഞ്ഞെടുപ്പ് വരുന്നു, മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ വരുന്നു. അതൊക്കെ ഇപ്പോൾ നിങ്ങളവിടുന്ന് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചാണല്ലോ അവിടുന്ന് പോകുന്നത്, എല്ലായിടത്തും ബാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ധാരണകൾ എവിടെയൊക്കെ ഉണ്ടോ ആ ധാരണയൊക്കെ നടപ്പാക്കേണ്ടി വരും. അത്തരത്തിൽ നമ്മളൊരു ധാരണ വെച്ച് പോയാലേ നമുക്കൊരു മുന്നണിയായി ഒരു ടീം UDF ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. എവിടെയൊക്കെ നമ്മൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ധാരണ പ്രകാരം പോയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിൻ്റെതായ ഒരു നിലനിൽപ്പുണ്ടല്ലോ, അത് സ്വാഭാവികമായിട്ടും അത് ആ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ നിലനിൽക്കും. ഞങ്ങൾ ടീം UDF എന്നുള്ളത് ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മുദ്രാവാക്യമാണ്. VD സതീശൻ നയിക്കുന്ന UDFിനകത്ത് മുസ്ലിം ലീഗും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളുമുണ്ട്. അതുകൊണ്ട് ആ മുദ്രാവാക്യത്തെ ഹൃദയത്തിലേറ്റുക എന്നുള്ളത് തീർച്ചയായും ഞങ്ങളുടെ കടമയായി ഞങ്ങൾ ഏറ്റെടുക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവസാനിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇതിനകത്ത് പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ മത്സരിക്കാം. കാരണം ഞങ്ങളുടെ 2 അംഗങ്ങൾ, കോൺഗ്രസിൻ്റെ 2 അംഗങ്ങൾ അതിനകത്തുണ്ട്, മുസ്ലിം ലീഗിൻ്റെ 2 അംഗങ്ങളുണ്ട്. മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ നറുക്കെടുപ്പ് വന്നാൽ ആരെയോ ആണെങ്കിൽ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകാതിരുന്നത് ആ ടീം UDFിൻ്റെ സ്പിരിറ്റിലാണ്. അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അറിഞ്ഞിക്കലാന്ന് ഇപ്പോൾ CK ഹാരിസ് പറഞ്ഞ പോലെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ടീം UDF പ്രതിപക്ഷ നേതാവ് ഉണ്ടാക്കിയ ഒരു പദമാണ്. ഇവിടെ പെരുന്തൽമണ്ണയിൽ ടീം UDF ആയിട്ട് മത്സരിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഓരോ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിനെ തഴയുകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ ബ്ലോക്കിൽ മാത്രമല്ല പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലടക്കം ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ടീം UDF നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു മുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പല പഞ്ചായത്തുകളും നടത്തിയിട്ടുണ്ട്, ബ്ലോക്കിൽ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ ടീം UDF എന്ന മുദ്രാവാക്യം ഈ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് നിയോജകമണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും UDFിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനും അധികാരം പിടിച്ചെടുക്കാനും വേണ്ടി പറ്റി.
പക്ഷെ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത സമയത്ത് ഉണ്ടാക്കിയ ധാരണകൾ പല പഞ്ചായത്തും ഇതുപോലെ നിലനിൽക്കുന്നുണ്ട്. ആ ധാരണകളൊക്കെ നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം ഞങ്ങൾക്ക് സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണം. ഇത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേടും ഞങ്ങൾ പ്രവർത്തകരായ അടുത്ത് എത്തേണ്ടതാണ്. അപ്പോൾ ഞങ്ങളിപ്പോഴും പല സമയത്തും ഞങ്ങൾക്ക് പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യത്തിന് പോലും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ടീം UDF അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയ ധാരണകൾ, അത് ഈ ലീഗിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഉണ്ടാക്കിയ ധാരണ അത് എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഇപ്പോൾ പ്രവർത്തകർക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കാര്യം, പ്രവർത്തകരാണല്ലോ പ്രധാനം, അല്ലാതെ നമ്മൾ നേതാക്കൾ തന്നെ അല്ലല്ലോ പ്രധാനം. അപ്പോൾ ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജും നജീബ് കാന്തപുരം MLA ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തകരെല്ലാം ഒരുമിച്ച് നല്ലൊരു ഭൂരിപക്ഷം വിജയമൊക്കെ ഉണ്ടായി. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ തഴയുക എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ പ്രവർത്തകരെ തഴയലാണല്ലോ. അപ്പോൾ പ്രവർത്തകരെ ഇത് ബാധിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളും എല്ലാവരും പറയുന്നു, ബാബുരാജേട്ടനും പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ പ്രവർത്തകരെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ UDFന്റെ വിജയസാധ്യത ബാധിക്കില്ല. അത് ഈ ഒരു വിഷയം UDFന്റെ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്ര ഒരു നടപടിയിലേക്ക് പോയത്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിൽ നേതാക്കന്മാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങൾ പ്രവർത്തകരോട് പറഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേതാക്കന്മാർ തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കേണ്ടത് പ്രവർത്തകരാണ്. അപ്പോൾ പ്രവർത്തകരെയും കൊണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി ഇന്ന ധാരണ വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് ധാരണ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തകരോട് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും ടീം UDF എന്ന നിലയിലെടുത്ത തീരുമാനങ്ങൾ, അത് ധാരണകൾ നടപ്പിലാക്കണം എന്ന് നിർബന്ധപൂർവ്വം ഞങ്ങൾ പറയുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധം നടപ്പിലാക്കിയിരിക്കണം. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ടീം UDF, അത് കഴിഞ്ഞ ടീം ലീഗ് എന്നുള്ള രീതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല. ആ നയം മാറ്റണം. ലീഗിന് ഞങ്ങൾ കോൺഗ്രസ്സാണ് ഈ UDFനെ നയിക്കുന്നതെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേധാവിത്വമൊന്നും ഞങ്ങൾ കാണിക്കാണ്ട് തന്നെ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു പോയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ടീം UDFലേക്ക് ലീഗ് വരേണ്ടതുണ്ട് എന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ട കേസാണ്. കാരണം മുസ്ലിം ലീഗ് ഇങ്ങനെ നിങ്ങൾ തഴയാറുണ്ട്, ഒരു കാരണം എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? തഴയുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം വെച്ചാൽ നേതൃത്വത്തിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിൽ. ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ഈ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ അജണ്ട, ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അത് തീരുമാനങ്ങൾ ഞങ്ങൾ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നേതൃത്വത്തെ അറിയിച്ച് അവിടെ നിന്ന് കിട്ടുന്ന തീരുമാനങ്ങളാണ് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ തീരുമാനങ്ങൾ, നിയോജകമണ്ഡലത്തിൽ ഉടനീളം ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ ഇന്ന ധാരണ പ്രകാരമാണ് ഞങ്ങളിത് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾ അവിടെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോയത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ ധാരണകളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ലീഗിൻ്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ മാത്രം തീരുമാനങ്ങളായി മാറുന്നതിൽ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ അറിയിച്ചിട്ടുള്ളത്. അത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തെ അറിയിക്കുകയും അതിൻ്റെ അനുകൂലമായ തീരുമാനം ഞങ്ങൾ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് അടുത്ത MLA ഇവിടെ ഇല്ല. MLA നമ്മുടെ ആരാധനായ KPCC ജനറൽ സെക്രട്ടറി ബാബുജി അടക്കമുള്ള ആളുകൾ പെരിന്തൽമണ്ണയിൽ വന്ന് ഒരു ചർച്ച നടത്തി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനം അത് പരിഷ്കരിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ നേതൃത്വത്തിന്റെ അംഗീകാരത്തോടുകൂടിയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ നഗരസഭയിൽ ഇപ്പോൾ അടുത്ത ദിവസമാണല്ലോ ഈ സ്ഥിരം സമിതി അധ്യക്ഷരുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം ഈ ബ്ലോക്കിൽ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇനി നഗരസഭയിൽ വരുമ്പോൾ നിങ്ങളുടെ കോൺഗ്രസിനെ പാടെ തഴഞ്ഞു പോവോ? അല്ല, അത് തഴയുമ്പോൾ അതാണല്ലോ ഒരു തുടക്കം മാത്രമാണെങ്കിൽ എന്നാണ് അവർ കരുതുന്നതെങ്കിൽ അങ്ങനെ ആവാം, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ അത് തീർത്തു പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും എന്ന് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നഗരസഭയിൽ മാത്രമല്ല പല പഞ്ചായത്തുകളിലും ഇതുപോലെ ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ധാരണകളൊക്കെ നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും UDF ടീം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദനും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് CK ഹാരിസും
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗങ്ങളാണ് കൂടെയുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത തരത്തിൽ നേതൃത്വം ലീഗിൻ്റെ നേതൃത്വം ഇടപെട്ട് UDFൻ്റെ MLAയും ബാബുരാജ് എല്ലാവരും ഇടപെട്ട് ഇത് പരിഹരിച്ചു പോകണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രവർത്തകരെ നിരാശരാക്കുന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസിനെ തഴഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കാം എന്നൊരു സൂചന കൂടി അദ്ദേഹം തരുന്നുണ്ട്. ടീം UDF ഒറ്റക്കെട്ടാവണമെങ്കിൽ ടീം UDF ആയിട്ട് തന്നെ നിൽക്കണം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ടീം ലീഗായി മാറരുത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളും വലിയ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് നേതൃത്വം ഇടപെട്ട് ഇത് പരിഹരിക്കുന്നതാണ് ഇവരുടെയൊക്കെ പ്രതീക്ഷ. ആ പ്രതീക്ഷ പോലെ ആകട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് പറ്റൂ. ക്യാമറാമാൻ KT പ്രമോദിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.